ഹായ് ഗായ്സ്, ഇവിടെ നല്ല മഞ്ഞ് പെയ്തിട്ട് എൻ്റെ വണ്ടീൻ്റെ കോലം കാണണം. വണ്ടി എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ്. കാണിച്ചു തരാം. ഇതെങ്ങനെ ക്ലീൻ ആക്കും? സ്നോ റിമൂവർ സൈഡിലൊക്കെ വെച്ച്, സൈഡിലൊക്കെ എന്താ പറയുക, എങ്ങനെ ഞാൻ ആ ഡോറ് തുറക്കും? എങ്ങനെ മേലത്തെ ഐസ് ഒഴിവാക്കും? സബാഷ്. മേലെ കുറച്ച് ചെറീസും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഫ്രോസ്റ്റോ അല്ലെങ്കിൽ വാനില ഐസ്ക്രീം ആയില്ലേ, താഴത്ത് ഓറിയോ ബിസ്ക്കറ്റും. എൻ്റെ അടുത്ത് ആകെ ബ്രഷുള്ളൂ. ഇനിയിപ്പോൾ ചവിട്ടുമ്പോൾ നോക്കി കൊടുക്കുക എത്ര പോകുന്നുള്ളത്. അയ്യോ, പൊളി പൊളി പൊളി. എൻ്റെ പാൻറ്റൊക്കെ അയ്യോ, അത് ഞാൻ കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന്. അതായത് ഇത് ഇവിടെ റൂഫ് ഇത്രയും വലിപ്പമുണ്ട്. ആലോചിച്ചൊക്കെ മാറ്റി ഒഴിവാക്കല്ലേ പറ്റുമോ? എനിക്ക് തോന്നണത് ഈ ബാക്കിൽ ഉള്ള സ്നോ കുറച്ച് ഒഴിവാക്കിയാൽ ഈ വഴി നേരെ ബാക്കിലേക്ക് പോവാം. ഇങ്ങനെ പോവാം. എൻ്റെ വണ്ടി മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ വണ്ടികളും. അവിടെ ഒരാൾ മാറ്റുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ആദ്യം ഇത് അൺലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രഷ് എടുക്കാം. ഐസ് ഉള്ളിൽ പോലെ പോയില്ല. ഇവിടെ എവിടെ സ്നോ ബ്രഷ്? ഇതാണ് ബ്രഷ്. ഇനി ഈ ബ്രഷ് വെച്ചിട്ട് നടക്കും തോന്നണില്ല. ഇതിങ്ങനെ മാറ്റി വരുമ്പോ നല്ല വെയിലുണ്ട്. മാറ്റി നല്ല കാറ്റടിക്കണ്ടേ? ഐസ് മാറ്റുമ്പോ എന്താ പറയാ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിൽ ഗ്ലൗസ് ഇടണമെന്ന. പക്ഷേ ഗ്ലൗസ് മേലെ റൂമിലാണ് എടുക്കാൻ മറന്നുപോയി. ആദ്യം ഈ ലൈന് ആ ഡോർ തുറന്ന് എങ്ങനെ ഇപ്പം മാറ്റാ? നോക്കട്ടെ. നല്ല കാറ്റടിക്കണ്ട്. ഈ സൈഡത്തത് ഇവിടുന്ന് പോണ്ട്. പൊളി. ഇവിടെ സ്റ്റക്കാട്ടാ. ഡ്രൈവിംഗ് സീറ്റ് ഇവിടെ. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറേണ്ടി വരും. നോക്കട്ടെ. ഈ മേലത്തത് എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്.
ഇവിടുത്തെ പ്രശ്നമില്ല, ഒന്ന് തൊടുമ്പത്തിന് എന്നാലും പ്രശ്നം തന്നെയാണ്. അയ്യോ വയ്യാ. അയ്യോ മുന്നിൽ കൂടെ എന്തായാലും എടുക്കാൻ പറ്റൂല, ബാക്ക് കൂടെ തന്നെ എടുക്കേണ്ടി വരും. ശബാഷ് ഗൈസ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഹീറ്റർ ഇടണം. തണുത്തിട്ട് നിൽക്കാൻ വയ്യ. ഇതിങ്ങനെ മേലെ വെച്ച് ഇതിലൂടെ കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അടിപൊളി. എൻ്റെ വണ്ടീൻ്റെ കോലാട്ടോ ഉള്ളിൽ, നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇപ്പോൾ കയറുക ഈ സാധനങ്ങളൊക്കെ. ഓക്കെ എടുക്കട്ടെ ഇനി. അയ്യോ ഇതാണ് ഉള്ളിലെ അവസ്ഥ. ഒരു കാരണവശാലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വൈപ്പർ ഓണാക്കാൻ പാടില്ല. വൈപ്പർ ഇതാ അതിലിങ്ങനെ വെച്ചിട്ടാണ്. ഇനി ഇത് ഓണാക്കണം. ഇനി ഈ സീറ്റിലേക്ക് വരണം. അങ്ങനെ ഒരു വിധത്തിൽ സ്റ്റാർട്ടാക്കി വണ്ടി. ഇനി ഇതൊരു മാറ്റേണ്ട ചടങ്ങാണ്. ബാക്ക് ഒഴിവാക്കണം. ഹീറ്റർ ഫുൾ ഹീറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി. എന്നോട് കുറേ പേര് ചോദിച്ചേ എങ്ങനെ കാനഡത്തെ ലൈഫ് എങ്ങനെയുണ്ട്. ഇതാണ് കാനഡൻ്റെ ലൈഫ്. ഒരു വണ്ടി എടുത്താൽ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഒരു താജ്മഹൽ പണിയും. ഈ സൈഡ് ഒന്ന് ഏകദേശം ഇതാക്കി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അയ്യോ നമുക്ക് ഏറ്റവും നല്ലത് ബാക്ക് പോവാണ് കേട്ടോ. എന്തായാലും വണ്ടി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല, ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതിനോട് പോകാം. കുറച്ച് മേലക്കൊന്ന് വെച്ചിട്ട് പോയാലോ? വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടോണ്ടേ ആ ഹീറ്റിൽ ഗ്ലാസ്സിലൊന്നും പറ്റുന്നില്ല. ഈ ഭാഗം
ഏകദേശം ഇതും കൂടി ഉള്ളു. അതിന് പൊട്ടിക്കട്ടെ, നല്ല കട്ട പിടിച്ചെന്ന് തോന്നുന്നുണ്ട്. പോണ വൈക്കിൽ ഒരു ടിമോട്ടൻസിൽ കോഫി കുടിക്കണം, ചൂട്. ഗ്ലൗസ് ഇല്ല, തണുപ്പ്. ഗ്ലൗസ് ഇട്ട ഇത് പിടിച്ച് ഐസ് മാറ്റാൻ വലിയ പാടാ. ഇനി നമുക്ക് ബാക്കാണ് നോക്കണ്ടത്. ബാക്കില് ഈ ഒരു ഭാഗം ക്ലിയർ ആക്കി വണ്ടി ബാക്കിൽ ഇങ്ങനെ എടുക്കാം. ഫ്രണ്ടിൽ എന്തായാലും പോകാൻ പറ്റില്ല. ഇത് വെച്ചിട്ട് ഞാൻ മാറ്റണ്ടേ, നോക്കട്ടെ ആദ്യം. ഇത് ഓൾ വീൽ ഡ്രൈവ് അല്ല. ഓ ഇൻഷാല്ലാ എടുക്കൂ. ഇനി ഞാൻ ഒന്ന് കയറി നോക്കട്ടെ, എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പുറത്തെ സൈഡിൽ കയറാൻ പറ്റില്ല, എന്നാലും ഫുള്ള് ഒഴിവാക്കിയിട്ട് നടക്കൂല. വേറെ വഴിയില്ല. അപ്പുറത്തെ സൈഡിൽ കൂടെ കയറ്, അപ്പുറത്തെ സൈഡിൽ കൂടെ നോക്കാം. വിന്റർ ബൂട്ടും ഇവര് ഈ ഇവിടുത്തെ മാനേജ്മെന്റ് ഈ പാർക്കിങ്ങിന്റെ ഈ ഭാഗത്തൊക്കെ ഹൈസ് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കണ പോലെ എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ബാക്കിലെ ഒരു വണ്ടി പാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് കൂടെയാണ് ഇപ്പോൾ വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഞാൻ തനി എന്തിനു പറഞ്ഞാൽ കുഴങ്ങിക്കണേ. അപ്പോൾ ശരി, കാണാം.
ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പരേഡ് സ്ക്വയർ അല്ലെങ്കിൽ ഗ്രാൻഡ് പരേഡ് എന്നാണ്. ഈ ഒരു ഗ്രാൻഡ് പരേഡ് ഓപ്പൺ ചെയ്തത് 1749 ഇവിടെ കൊല്ലങ്ങളായിട്ട് റിമെമ്പറൻസ് ഡേൻ്റെ അന്നൊക്കെ എന്താ പറയുക, ഇവിടെ പരേഡൊക്കെ നടത്താറുണ്ട്. ഇവിടുത്തെ സോൾജേഴ്സിനെ റിമെമ്പർ ചെയ്തുകൊണ്ട് തന്നെ. അതാ പോണ് നമ്മുടെ ഹാലിഫാക്സിൻ്റെ ട്രാൻസിറ്റ്. ഇതാണ് ഫേമസ് ബാങ്ക് ഓഫ് നോവ സ്കോഷ്യ. ഇനി നമുക്ക് പോകാനുള്ളത് സീഷോറിൻ്റെ സൈഡിലേക്കാണ്. അവിടെ ഇഷ്ടം പോലെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.